ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ഹോളിഡേ വാഗമൺ. അപ്പോൾ ഇന്നലെ നമ്മൾ പാഞ്ചാലമേടിൽ നിന്ന് വൈകിട്ടായി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ വാഗമൺ എന്ന് പറയുന്ന ഈ റിസോർട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ വൈകിട്ട് വന്നപ്പോഴേനും നല്ല കോടയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ആയിപ്പോയി. പിന്നെ പറഞ്ഞതുപോലെ തന്നെ പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേനും എനിക്ക് ആകെ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ രാത്രിയിൽ അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പുറത്തിറങ്ങി അങ്ങനെ നടക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം തോട്ടപ്പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഫുഡ് കഴിച്ചത്. തിരിച്ച് വരുന്ന വഴിക്കുണ്ടല്ലോ കാലിൽ മോളുടെയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടേത് ആദ്യം തന്നെ കണ്ടതുകൊണ്ട് എടുത്ത് കളയാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ കടിച്ച് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി എല്ലാവരും രാത്രിയിലുള്ള നടത്തും. പിന്നെ അല്ലെങ്കിലും എനിക്ക് പറ്റാതെ വന്നു. അങ്ങനെ അതോടുകൂടി ആ പരിപാടി ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്ന് റൂമിലെ ബാൽക്കണിയിലിരുന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം മോർണിംഗ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞില്ല 3 കാറ്റഗറിയിലുള്ളതാണ്. അതിലൊരെണ്ണമാണ് ഈ ഇത് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ താമസിച്ചതിൻ്റെ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ റൂം ടൂർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഞാനിവിടെ കൊടുക്കാൻ കണ്ടു നോക്കൂ കേട്ടോ. 6000-നുള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല ഒരു ഇത് തന്നെയാണ്, നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് ട്രീ ഹൗസാണേ. നമ്മളുടെ ബാലരമയിലെ കുട്ടൂസിൻ്റെയും ഡാഗിനി മൂമ്മയുടെയും ഒരു വീട് പോലത്തെ ആ ഒരു സെറ്റപ്പാണ് ട്രീ ഹൗസ്. അതും ഞാൻ പറഞ്ഞ പോലെ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും ഇത് ക്ലാമ്പിംഗ് ആണ് കേട്ടോ കാണുന്നത്. ഒരു ക്ലാമ്പിങ്ങും ഉണ്ട് അവിടെ. അങ്ങനെ 3-4 കാറ്റഗറിയാണ് അവിടെ ഉള്ളത്. പറഞ്ഞ പോലെ ആംബിയൻസ് എല്ലാം ഒരുപോലെയാണ്. റൂം ഏതെടുത്ത് കഴിഞ്ഞാലും നമ്മൾ ബേസിക് എടുത്തേച്ചാൽ മതി. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ബാക്കി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ റൂം എക്സ്പ്ലോർ ചെയ്യാനല്ലല്ലോ വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തിനും പറ്റിയൊരു നല്ലൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. ഒത്തിരി ഇതൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല ആംബിയൻസോടുകൂടി ടൗണിൽ നിന്ന് കയറിയിട്ട് വേണം. ചിലതൊക്കെ ആകുമ്പോൾ നമ്മൾ കാണുമ്പം അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ടൗണോട് അടുത്തായിരിക്കും, അത്ര സുഖം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് നല്ലൊരു അത്യാവശ്യം ഉള്ളിലേക്ക് കയറി നല്ല ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ട് തന്നെയാണ്. ഞാൻ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ നടക്കുന്നത്. രാവിലെ മോളേറ്റ് വന്നില്ല. അവൾ ഇന്നലത്തെ ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ അവിടെ റൂമിലിരുന്ന് എക്സ്പ്ലോർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് വെച്ചു. അങ്ങനെ വന്നതാണ്. ഈ കാണുന്ന വേറൊരു കോട്ടേജാണേ. അങ്ങനെ 3-4 എണ്ണം ഇവിടെയുണ്ട്. ഇതെല്ലാം നമുക്ക് ചുറ്റും നമ്മുടെ ആ റിസോർട്ടിൽ തന്നെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ഒരുമാതിരി ഏരിയ ഉള്ള ഒരു റിസോർട്ട് തന്നെയാണ്. നമുക്ക് നടന്നെത്തി കണ്ട് അത്യാവശ്യം ഒന്ന് നോക്കി രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അത് തന്നെയാണല്ലോ ഈ റിസോർട്ട്. ഇത് റെസ്റ്റോറൻ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അത്രയും ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ബാക്കി വാഗമണിലേക്ക് പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഇത്. ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തൊണ്ടെന്ന് പറയും ഞങ്ങളുടെ അവിടെ. ചെറിയൊരു കനാലല്ല, ഇങ്ങനെ നാച്ചുറലി തന്നെ ഒഴുകി വരുന്ന ഒരു വാട്ടർഫോൾ അല്ല, ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു അരുവി പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറി വരുന്ന നമ്മുടെ റിസോർട്ടിലേക്ക് കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അവരുടെ പ്രോപ്പർട്ടിയുടെ അരികിൽ കൂടെ തന്നെയാണ്. അത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അതിലേക്കൂടെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒച്ച നമുക്കിങ്ങനെ രാത്രിയാകുമ്പോൾ ഒക്കെ കേൾക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഈ ഒരു സെറ്റപ്പൊക്കെ പണ്ട് ഇപ്പം നമുക്കങ്ങനെ കാണാനൊന്നും കിട്ടുന്നില്ലല്ലോ. എല്ലാം കോൺക്രീറ്റൊക്കെ ചെയ്തുണ്ടായിരുന്ന നാച്ചുറലി റിസോഴ്സ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അടഞ്ഞു പോയില്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം മുളയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചുറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിന് നമുക്കൊരു സന്തോഷം തോന്നും. രാവിലെ ആയിട്ട് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സമാധാനമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പൂളിൻ്റെയും നമ്മൾ താമസിച്ചിരുന്ന റൂമിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വാഗമണിലേക്ക് വരുന്നതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതെല്ലാം ഞാൻ പിൻ ചെയ്തേക്കാം. അങ്ങനെ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പം നല്ലൊരു റിസോർട്ടും താമസ സ്ഥലവും ഒക്കെ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നമുക്കൊരു നന്നായി ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റേക്കേഷൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്, ഹോളിഡേ വാഗമൺ. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് പാലാ കിടങ്ങൂരാണ്. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ വീട്ടിലും കൂടെ പോയി അതിന് മുമ്പ് ഇല്ലിക്കക്കല്ലും കൂടി ഒന്ന് പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.